ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്നിതാ എൻ്റെ വീഡിയോ തുടങ്ങുന്നത് തന്നെ അതിലെ ചോറ് തിളച്ചും കൊണ്ടാണ്. അപ്പം ഞാൻ തീ കൂട്ടിക്കാണ് കേട്ടോ. അപ്പോൾ എനിക്കിന്ന് കടുക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിതാ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ്. ഇന്നാളൊക്കെ കടുക്ക കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഫ്രൈ ആക്കുക കേട്ടോ ചെയ്ത്. ഇതാ 10-75 ഉണ്ട് എന്ന് പറഞ്ഞിട്ടുമാണ് ഞാൻ ഇതിൻ്റെ ആളെ കയ്യിൽ നിന്ന് വാങ്ങിയത് കേട്ടോ. പക്ഷേ അതിങ്ങോട്ട് തോലൊക്കെ പോക്കി നോക്കുമ്പോൾ ആകെ ഒരു പിടിയേ ഉള്ളൂ. പിന്നെ ഉള്ളതാവട്ടെ അരിച്ച് പൊരിച്ച് പിന്നെ ഞാൻ കറക്കിയുള്ളതും കൂടെ വാട്ടിയെടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു തോന്നൽ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ആക്കൂട്ടോ, അല്ലെങ്കിലൊക്കെ തട്ടിക്കൂട്ടുമാണ്. അപ്പോൾ ഇതാ പിന്നെ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾക്കൊരു യാത്ര ഉണ്ട് കേട്ടോ. ഞങ്ങൾക്കെന്ന് പറഞ്ഞുകൂടാ, എനിക്ക് എൻ്റെ ഉമ്മൻ്റെയും അനിയൻ്റെയും നാത്തൂൻ്റെ ഒക്കെ കൂടെ ഒരു യാത്ര ഉണ്ട്. അപ്പോൾ രാത്രി ഞങ്ങൾ എൻ്റെ ഇവിടുത്തെ ചെറിയ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോകും കേട്ടോ. അപ്പോൾ അതിനകത്തുള്ള ഭക്ഷണമൊക്കെ മതി. അപ്പോൾ ഞാൻ മീൻ കറിയൊക്കെ റെഡിയാക്കി അവിടെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചേ ഒന്ന് ആക്കുന്നുള്ളൂ. ബാക്കി പിന്നെ രാത്രി അവളുടെ വീട്ടിലേക്ക് പോകുമല്ലോ. അപ്പോൾ പോകുന്നത് പാലക്കാടേക്കാണ് കേട്ടോ. പാലക്കാടിൻ്റെ മുൻപ് ഞാൻ പോയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിനി. അപ്പോൾ പാലക്കാട് ഊരവേദന, കൈവേദന അതിനൊക്കെ ഉള്ള ഒരു ഗുരുക്കളാണ് കേട്ടോ, ഒരു വൈദ്യരാണ്. അപ്പോൾ അവിടെയാണ് പോകാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതാ രാത്രി ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിലൊക്കെ പോയി മക്കളൊക്കെ അവിടെ ഉറക്കി കിടത്തിയതിന് ശേഷം പുലർച്ചെ ഒരു 3-3:30 സമയത്താണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ആങ്ങളെയും ഉമ്മയൊക്കെ അങ്ങോട്ട് വന്നതായിന്. അപ്പോൾ ഞങ്ങൾ ഈ സമയത്ത് പോയാൽ ഏകദേശം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കിനും അവിടെ എത്തും കേട്ടോ. നേരം വെളുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ. ആ വൈദ്യരാണെങ്കിൽ 9 മണി വരെ ഉള്ളൂ കേട്ടോ രാവിലെ നോക്കുക. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടുന്നായിട്ട് പോയാൽ അത്രയും ദൂരം യാത്ര ചെയ്ത് അവിടെ എത്തുമ്പോഴേക്കിനും അങ്ങനെയല്ല, നമുക്ക് ക്ഷീണിച്ച് അവശയാവൂലേ. എല്ലാവരും നല്ലോണം ക്ഷീണിക്കും. പിന്നെ ഇതാ ഏകദേശം രാവിലെ ആയിട്ടുണ്ട്. ഐഷും ഉണ്ട് കേട്ടോ കൂടെ. അങ്ങനെ ഇതാ ഞങ്ങൾ നേരം വെളുക്കുന്ന ആ ഒരു ടൈമോട് കൂടെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ചായ കുടിക്കാനൊക്കെ ഉള്ള സ്ഥലം നോക്കുകയാണ് കേട്ടോ. എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ടാൽ മതി എന്നുള്ള നിലയിൽക്കാണ്. യാത്ര തീരെ പറ്റാത്തോലാണ് കേട്ടോ ഞങ്ങളെല്ലാവരും. പിന്നെ നാത്തൂന് വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഉമ്മയൊക്കെ ഞങ്ങൾ സൈഡായിരിക്കുക. അപ്പോൾ അത് ഞങ്ങൾ പൂരിയും വെള്ളപ്പമൊക്കെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അവർ പൂരിയാണ് വാങ്ങിയിട്ടുള്ളത്. ഞാനും ഉമ്മയൊക്കെ വെള്ളപ്പവും വാങ്ങി. ബാജി കറി ഉണ്ടായിന്, പിന്നെ വേറെ എന്തോ ഒരു പരിപ്പിൻ്റെ കറി ഉണ്ടായിന് കേട്ടോ. വലിയ ഇഷ്ടമൊന്നും പെട്ടിയില്ല. ചട്നിയുണ്ട്. അപ്പോൾ അവിടുന്ന് അങ്ങനെ കുടിച്ച് പിന്നെ ഇറങ്ങിയിട്ടത് ആ മുട്ടിക്കുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാ അമ്മയും റാഹിയൊക്കെ ഉള്ളോട്ട് കയറുന്നുണ്ട്. ഇതാണ് വൈദ്യരെ വീട്. ഇവിടെ ഒരുപാട് വൈദ്യന്മാരുണ്ട് കേട്ടോ. തൊട്ടടുത്തായിട്ട് തന്നെ ഓരോ ബിൽഡിങ്, പിന്നെ ഓരോ മതിലിൻ്റെ അപ്പുറമായിട്ട് ഏട്ടനും അനിയനും ഒക്കെ ആണ്. അപ്പോൾ മാറിപ്പോവാതൊക്കെയാണ് രാജേഷ് വൈദ്യർ എന്നാണ് കേട്ടോ ഈ വൈദ്യരുടെ പേര്. അപ്പോൾ ഇതിൻ്റെ മുൻപ് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല മാറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കും അതുപോലെ എൻ്റെ ഫാമിലിയിൽ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മാറ്റം കിട്ടിയതുകൊണ്ട് തന്നെ അനിയനും ഉമ്മയും ഒക്കെ ഒന്ന് പോന്ന് നോക്കിയതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കാണിച്ചൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോരുന്ന വഴിക്ക് ചെറിയൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ എല്ലാവരും ഇനി അങ്ങോട്ട് ഇത്രയും യാത്ര ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനിതാ വീട്ടിലെത്തിയതിന് ശേഷം അന്ന് ചക്ക ഉണ്ടായിന് കേട്ടോ. കുറച്ച് ചക്ക കിട്ടിയപ്പോൾ അത് ഞാൻ ഉപ്പേരി വെക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ കടുകും ചെറിയുള്ളിയും ചുവന്ന മുളകൊക്കെ ഇട്ട് ഒന്ന് പൊട്ടിച്ച ശേഷം കറിവേപ്പില ഇട്ടിട്ട് ഉപ്പുമിട്ട് ഈ ചക്ക ഇട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മക്കൾക്കൊന്നും വലിയ താല്പര്യമില്ല, എന്നാലും പുഴുങ്ങാൻ മാത്രം ഇല്ല കേട്ടോ. അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് പൊരിക്കാനും എടുത്ത് വെച്ച് അങ്ങനെ അവിടെ പിന്നെ ഇത് വേഗം അങ്ങ് റെഡിയാക്കി എടുക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് ഭക്ഷണം ആയാലും ഒരു സമാധാനമാണല്ലോ. ഇന്നും എനിക്ക് പുറത്ത് പോകാനുണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ ഭക്ഷണമൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചതിന് ശേഷം പൊന്നൂൻ്റെ മുടി വെട്ടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സ്റ്റെപ്പ് കട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുന്നമംഗലത്ത് അഡോൺ എന്ന് പറഞ്ഞ ബ്യൂട്ടി പാർലറിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കാക്ക അവിടെ ഇറക്കി തരികയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. പിന്നെ ഞങ്ങൾ ബ്യൂട്ടി പാർലറിലെത്തി പിന്നെ പൊന്നൂൻ്റെ മുടിയൊക്കെ കട്ട് ചെയ്ത് പിന്നെ എന്താ ഞങ്ങൾ പുറത്തുനിന്ന് ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ ഞങ്ങൾ 2 ആളും അവിൽ മിൽക്കാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. 2 ആളല്ല, ഞങ്ങൾ 3 ആളും അവിൽ മിൽക്കാണ്. റിച്ച് പിന്നെ ബർഗറും ചായയൊക്കെ ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. പിന്നെ അവിൽ മിൽക്ക് ഞങ്ങൾ കുടിച്ചിട്ട് തീരാത്തതുകൊണ്ട് തന്നെ ഓനും കൂടെ കൂടിയിട്ടാണ് കേട്ടോ കുടിച്ചിട്ടുള്ളത്. വാങ്ങി കുടുങ്ങിയെന്നായി പോയിട്ടുണ്ട് കേട്ടോ. ഇതുവാണെങ്കിൽ ഓരോന്ന് വാങ്ങിയിട്ട് അത് കുറച്ച് കുടിച്ച് അതവിടെ വെച്ച് അടുത്തതിന് പറഞ്ഞ് വാശി പിടിച്ച് കളിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോരുകയും ചെയ്തിട്ടോ. ചെറിയൊരു ഔട്ടിങ് എന്നേ പറഞ്ഞോളൂ. അങ്ങനെ ഞങ്ങൾ പോരുകയും ചെയ്തിട്ടുണ്ട്.
ഞാൻ കാക്കൻ്റെ കൂടെ അല്ലാതെ സാധാരണ മക്കളെയും കൂട്ടി പുറത്തേക്ക് അങ്ങനെ പോവാറില്ല കേട്ടോ. ഓരോരുത്തരെ കൂട്ടിയൊക്കെ പോകാമെന്നല്ലാണ്ട് എല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് പോവലില്ല. അപ്പം പിന്നെ ഓൽക്കൊരു ചെറിയൊരു ഔട്ടിങ്ങും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പോയതാണ്. ഇനി ഇത് പിറ്റേന്ന് രാവിലെ ഞാൻ ചായക്ക് എന്തൊക്കെ ഉണ്ടാക്കിയെന്നാണ് കേട്ടോ. രാവിലെ ഞാൻ പത്തിരിയാണ് ചുട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല കുഴഞ്ഞ പത്തിരി ആയിട്ടുണ്ട് കേട്ടോ. ചില സമയത്തേ ഉള്ളൂ പത്തിരി നന്നായി കിട്ടലുള്ളൂ. പിന്നെ ഇതാ മുട്ടക്കറി റെഡി ആക്കിയിട്ടുണ്ട്. മുട്ടക്കറി വെക്കുമ്പോൾ ഇവിടെ മുട്ട പൊരിച്ചിട്ടാണ് കേട്ടോ ഇടുക. ചെന്നാൽ നല്ല പീസായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ചിലവർ പുഴുങ്ങിയിട്ടിടും, ചിലവർ അങ്ങനെ പൊട്ടിച്ചൊഴിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനേക്കാട്ടിലും നല്ല പീസാക്കിയിട്ട് എടുക്കാൻ പറ്റും. മക്കളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പൊരിച്ചിട്ട് ഓരോന്നായിട്ട് പൊരിച്ചൊക്കെ ഇടുകയാണെങ്കിൽ ഇഷ്ടംപോലെ പീസസ് ഉണ്ടാവും. ഇനി അതൊന്നും താളിച്ചെടുക്കുകയും കൂടെ ചെയ്യാണ്. അപ്പോൾ എന്തൊക്കെ റെഡി ആയെന്ന് വെച്ചാൽ പത്തിരി റെഡി ആയിട്ടുണ്ട്, കോഴിമുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പുതിയ ചട്ടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിലാണ് ഞാൻ മീൻകറി വെക്കുന്നത്. അപ്പം ഞാനിന്ന് കോരയാണ് കേട്ടോ കറി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ചായയും കൂടെ പാർന്ന് കുടിക്കുന്നുണ്ട്. കുറച്ച് കോര പൊരിച്ചും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഔട്ടിങ്ങും വീട്ടിലെ കുക്കിങ്ങും എല്ലാം കൂടെ ആയിട്ടുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി ബാക്കി പണികളൊക്കെ ചെയ്യട്ടെ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.